ഒന്നാം കഴിയും. ഡിസംബറിനുള്ളിൽ റിലീസ് ഉണ്ടാവും. നവംബർ അല്ലെങ്കിൽ ഡിസംബർ. എന്താണ് ഫീൽ ചെയ്യുന്നത്? കണ്ടോ? പടം കണ്ടോ? എന്തോ എനിക്കിഷ്ടമായി. ഒരു കാര്യം ചേട്ടാ, ഈ വിനീസിന്റെ ലുക്ക് കണ്ടപ്പോ ചേട്ടന്റെ ലുക്കുമായിട്ട് സാമ്യമുണ്ട്. ആരുടെ ലുക്ക്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ചുമല്ലൊക്കെ പറയാം. എനിക്ക് തോന്നി, ഞാൻ കുറെ തന്നെ കണ്ടുകൊണ്ട് ഈ ലുക്സ് ആണെങ്കിലും ഷർട്ട്സ് ആണെങ്കിലും തോന്നി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി അഭി വല്ലതും കണ്ടോന്ന് എനിക്കറിയില്ല. സവാലിട്ടു അല്ല, ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ് ഓൾറെഡി ഒരു ബ്രേവ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ രീതിയിലുള്ള ചെറിയ ബ്രേവ് അറ്റംപ്റ്റ് ഇതിലുണ്ട്. ഗ്രൗണ്ടഡ് ആയിട്ടാണ് സിനിമയെ കാണിക്കുന്നത്. സിനിമയിലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര എവിഡൻ്റ് ആയിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണോ ഇത് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം? ഇല്ല, ഞാൻ മുകുന്ദനുണ്ണി കണ്ടപ്പോൾ തന്നെ ഞാൻ അഭിയായിട്ടൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഐഡിയയും കൂടി കേട്ടപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സിനിമ പറയണമെന്ന് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഭയങ്കര ഇതാണ്. മുകുന്ദനുണ്ണി റീയൂണിയൻ പോലെ രീതിയിലുള്ള കാസ്റ്റിംഗ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആരുടെ ഐഡിയ ഒക്കെ? എല്ലാം അഭിനവന്റെ ഐഡിയയാണ്. അഭി സിനിമ നസ്ലിന് വേണ്ടിയാണ് എഴുതിയത് തന്നെ. ഈ ലുക്ക് കൊണ്ടാണെങ്കിലും ഈ എന്താ പുള്ളിയുടെ സ്വാഗാണെങ്കിൽ ഡയറക്ടറുമായിട്ടൊരു ഇതുണ്ടായിരുന്നു. കാരണം ഡയറക്ടറുടെ സ്വാഗും അതായത് സംസാര ശൈലിയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ബയോപിക്കിനെ എടുത്താന്ന് തോന്നുന്നുണ്ട്. തോന്നുന്നു എല്ലാവർക്കും. ശരി, അപ്പോൾ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. അതിമനോഹരനെ കുറിച്ച് നിലവിൽ എന്താ പറയാൻ പറ്റുന്നത്? അതിമനോഹര ഷൂട്ട് നടക്കണു. 80 ദിവസമായി. ഇനിയൊരു എനിക്ക് തോന്നുന്നു 40 ദിവസം കൂടി ഉണ്ടാവും ഷൂട്ട്. 120 ദിവസം മൊത്തം വരും. റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യണതില്ല. ലാലേട്ടൻ്റെ ഒരു മാസ് പരിപാടി. ലാലേട്ടൻ ഒരു 1.5 മാസം ലാലേട്ടൻ അമേരിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഷോ ഉണ്ടായിരുന്നു, US ഷോ. അപ്പോൾ അത് കാരണം നമ്മൾ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ആളുകൾക്ക് എന്തും പറയാലോ. നമ്മൾ ഷൂട്ടിംഗ് എനിക്ക് തോന്നുന്നു ജൂലൈ 31 കഴിയും. ഡിസംബറിനുള്ളിൽ റിലീസ് ഉണ്ടാവും. നവംബർ അല്ലെങ്കിൽ ഡിസംബർ. ഷൂട്ടിംഗ് നല്ല രീതിയിൽ തന്നെയാണ്. അതിമനോഹരം. ഒരു ഫീൽ ഗുഡ് ലാലേട്ടനാണ് കാണാൻ പറ്റാത്ത ഒരു മാസ് ലാലേട്ടനാണ് കാണാൻ പറ്റുന്നത്. ചെറിയ സിനിമയാണ്, അത്രേ ഉള്ളൂ. വളരെ ചെറിയ സിനിമ. ഞങ്ങളോട് തുടരും എന്താ കരിമൂർത്തി ഇതുപോലെ ചെറിയ സിനിമയാണ് ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അതൊരു സർപ്രൈസ് ആണ്. അത് എന്തായാലും നല്ല പരിപാടിയാണ്. എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ പരിപാടി കാണുമോനെ, കാണും.